നമസ്കാരം, ഞാൻ ഫൈസൽ നെടുങ്ങോട്ടൂരാണ്. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിംപിളി ഇംഗ്ലീഷ് ക്ലാസ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സിംപിളി ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഹാവ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് 2 വീഡിയോ ചെയ്തു, നമ്മളത് പഠിച്ചു. ഇത് ഹാവിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. അപ്പോൾ 1-2 കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, നമുക്കറിയാം ലോകത്ത് ധാരാളം ഭാഷകളുണ്ട്. എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഭാഷകളുമുണ്ട്, കുറച്ച് പ്രയാസമുള്ള ഭാഷകളുമുണ്ട്. 20ഓളം ഭാഷകൾ പ്രയാസമുള്ള ഭാഷകളാണ്. അതിൽ റഷ്യൻ ഭാഷ വിടും, തായ് ഭാഷ വിടും, ഗ്രീക്ക് ഭാഷ വിടും, ചൈനീസ് ഭാഷ വിടും. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാൽ മലയാളമാണ് വളരെ പ്രയാസമുള്ള ഭാഷകളിൽ ഒന്നായിട്ട് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്. മലയാളം ഈസ് വൺ ഓഫ് ദ ടഫസ്റ്റ് ലാംഗ്വേജ് ഇൻ ദിസ് വേൾഡ്. പ്രയാസമുള്ള ഭാഷകളിൽപ്പെട്ടൊരു ഭാഷയാണ്. പക്ഷേ മലയാളികളായ നമ്മൾ മലയാളം സംസാരിക്കുന്നുണ്ട്. ടഫായ ഭാഷ നമുക്കൊരു പ്രയാസമില്ല, അല്ലേ? എന്നാൽ ഏതാണ് ഏറ്റവും ഈസിയായ ഭാഷ? ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് ഇംഗ്ലീഷ് ഈസ് ആക്ച്വലി ദ ഈസിയസ്റ്റ് ലാംഗ്വേജ് ഇൻ ദിസ് വേൾഡ്. ഇംഗ്ലീഷാണ് ഏറ്റവും ഈസിയായ ഭാഷകളിൽ ഒന്നായിട്ട് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ് ദ വൺ ഓഫ് ഈസിയസ്റ്റ് ലാംഗ്വേജ് ഇൻ ദിസ് വേൾഡ്. ഈസി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ മലയാളികൾ വളരെ പ്രയാസമുള്ള ഭാഷയായ മലയാളം സംസാരിക്കുന്നു. പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴാണ് ഒരു പ്രയാസം. അതെന്തുകൊണ്ടാണ്? അതാണ് എൻ്റെ ചോദ്യം. വൈ ദ ടഫസ്റ്റ് ലാംഗ്വേജ് സ്പീക്കേഴ്സ് കോണ്ട് സ്പീക്ക് ദ ഈസിയസ്റ്റ് ലാംഗ്വേജ്? വളരെ ടഫായ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് വളരെ ഈസിയായ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: നമ്മൾ സംസാരിച്ച് ശീലിച്ചിട്ടില്ല. ലാക്ക് ഓഫ് പ്രാക്ടീസ്, അതാണ് പ്രധാന കാരണം. പരിശീലിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ നമ്മൾ എഴുതി പഠിച്ചു. പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ടി എഴുതി. നമ്മളങ്ങനെ ഒരു റിട്ടേൺ ലാംഗ്വേജ് അല്ലെങ്കിൽ റിട്ടേൺ ഇംഗ്ലീഷ്, വാമൊഴിയും വരമൊഴിയും ഉണ്ട്. സംസാരിച്ച് പഠിക്കുമ്പോൾ അതിന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ്, വരമൊഴി അതിന് റിട്ടേൺ ഇംഗ്ലീഷ്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് എഴുതി പഠിച്ചു. ഒരുപാട് ഗ്രാമർ, ഒരുപാട് മറ്റ് പാഠഭാഗങ്ങളൊക്കെ നമ്മളങ്ങനെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗ്രാമറിൽ അധിഷ്ഠിതമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എന്നല്ലാതെ സംസാരിച്ച് പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടാതെ പോയി. അതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണോ? സംസാരിച്ച് നമ്മൾ ഇവിടെ ഈ ഒരു കലയെ ഭരിക്കണം. അത് മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതും അതാണ്. ഒരല്പാൽപ്പം ഇംഗ്ലീഷിൻ്റെ പല ഭാഗങ്ങൾ, മർമ്മപ്രധാനമായ ഭാഗങ്ങൾ പഠിച്ചെടുക്കുക. ആ പഠിക്കുന്ന ഭാഗങ്ങളെ കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അങ്ങനെയാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പിലായാലും ബ്രൈറ്റ് അക്കാഡമിയിലായാലും സംസാരിച്ചുകൊണ്ട് സംസാരം പഠിക്കുകയാണ്. പ്രാക്ടീസാണ് പ്രധാനം. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ലേണിംഗ് മെത്തേഡ് ലഭിക്കാതെ പോയതാണ് നമുക്ക് സംസാരിക്കാൻ പറ്റാതെ പോയതിൻ്റെ പ്രധാന കാരണം. നോക്കൂ, ലോകത്ത് ഏത് ഭാഷയായാലും, ഭാഷ എന്ന് മാത്രമല്ല, എല്ലാം 4 ആശയങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ആ 4 ആശയങ്ങൾ ഒരു 25, 25, 25, 25, ടോട്ടൽ 100. ഈ 4 ആശയങ്ങൾ അഥവാ 25% ഓരോ ആശയത്തിനുള്ള പ്രാധാന്യം. അത് മുഴുവനും നമുക്ക് കിട്ടിയാൽ ഈ 4 ആശയങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നമ്മുടെ കയ്യിലായി. ആ 4 ആശയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉണ്ട് എന്ന ആശയം. അഥവാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹാവ് ഗ്രൂപ്പ്. നമ്മൾ മനുഷ്യർ, നമുക്ക് പലതും ഉണ്ട്. നമുക്ക് മാത്രമല്ല, പലർക്കും, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ പലതും ഉണ്ട്. ആ ഉണ്ട് എന്ന ആശയത്തെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്ന ഫാമിലിയിൽ ഏകദേശം ഒരു 35 അംഗങ്ങളുണ്ട്. അഥവാ ഉണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ടോ, ഇല്ല, ഇല്ലേ, എന്തൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെയുണ്ട്, ഇങ്ങനെയുള്ള അങ്ങനെ ആ ഫാമിലിയെ മൊത്തം, ഉണ്ട് എന്ന ഫാമിലിയിലെ ഓരോ അംഗങ്ങളെയും നമ്മൾ പരിചയപ്പെടണം. അതിലിപ്പോൾ നമ്മൾ ഹാവ്, ഈ ഹാവ് എവിടെയാണ്? എനിക്കൊരു വീടുണ്ട്, ഐ ഹാവ് എ ഹൗസ്. നിങ്ങൾക്കൊരു വീടുണ്ട്, യു ഹാവ് എ ഹൗസ്. അവർക്ക് വീടുണ്ട്, ദേ ഹാവ് എ ഹൗസ്. അപ്പോൾ ഈ ഉണ്ട് എന്നത് എനിക്ക്, അവർക്ക്, നിങ്ങൾക്ക് എന്നൊക്കെ പറയാം.
പിന്നെ അവന് എന്ന് പറയണം, അവൾക്ക് എന്ന് പറയണം. അപ്പോൾ ഹാവല്ല, അപ്പോൾ അവിടെ നമ്മൾ മാറും. അപ്പോൾ ഹാവിന് പകരം ഉപയോഗിക്കേണ്ട വേറൊരു ഉപയോഗക്രമമുണ്ട്, അത് നമ്മൾ പഠിക്കണം. അതൊക്കെ ഈ ഹാവ് ഫാമിലിയിൽ പെട്ടു. പിന്നെ ഇല്ല എന്ന് പറയണം, ഉണ്ടോ എന്ന് ചോദിക്കണം, ഉണ്ടായിരുന്നു എന്ന് പറയണം, ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. പിന്നെ പോവേണ്ടതുണ്ട്, വരേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ. പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്തുള്ളത്, ഇപ്പോൾ വീട്ടിൽ ഒരു കാറുണ്ട്, കാട്ടിൽ മൃഗങ്ങളുണ്ട്, ഒരു പ്രത്യേക സ്ഥലത്തുള്ള വിഷയം പറയുമ്പോൾ അവിടെ ഹാവ് ഗ്രൂപ്പല്ല, അത് വേറെയാണ്, അതും ഈ ഗ്രൂപ്പിൽ പെട്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഹാവ് ഫാമിലിയിൽ ഒരു 10-35ഓളം അംഗങ്ങളുണ്ട്. ഇവരെയൊക്കെ നമ്മളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അവരെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തിയാൽ നമുക്ക് ഹാവ് ഗ്രൂപ്പ് നമ്മുടേതായി. അങ്ങനെ ഒരു 4 തൂണുകൾ ഈ ഇംഗ്ലീഷ് ഭാഷയ്ക്കുണ്ട്. ആ 4 ആശയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് മുഴുവനും. അതുമ്മേ ഇങ്ങനെ നമുക്ക് കെട്ടിപ്പൊക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് അതിൽ ഒന്നാമത്തെ ഒരു തൂണാണ്, ഒരു ആശയമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹാവ്. ഇതുപയോഗിച്ച് നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ഇനി ഹാവ് കഴിഞ്ഞാൽ ഒരുപാട് ഹാസ്, അതുപോലെ തന്നെ പിന്നെ ഒരു പ്രത്യേക സ്ഥലത്തുള്ള കാര്യങ്ങൾ പറയാൻ ദർ ഈസ്, ദർ ആർ, പിന്നെ ഹാവ് ടു, ഇങ്ങനെ ഒരുപാട്. പിന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഇതിൽ തന്നെ ഹാഡ്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഏതായാലും ഈ ഹാവുമായി ബന്ധപ്പെട്ട ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഹാവ് നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളത് പറയാനാണ്. എനിക്കൊരു കാറുണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഐ ഹാവ് കോൺഫിഡൻറ്റ്, യു ഹാവ് കോൺഫിഡൻറ്റ്, ദേ ഹാവ് കോൺഫിഡൻറ്റ്. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ. നേരെ മറിച്ച് ഒന്നാണ്, അവൻ, അവൾ, അപ്പോൾ ഹാവ് പറ്റൂല. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഹാവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉദാഹരണങ്ങൾ. ആനിമൽസ് ഹാവ് ഫോറസ്റ്റ്, മൃഗങ്ങൾക്ക് കാടുണ്ട്. ഐ ഹാവ് 3 ചിൽഡ്രൻ, എനിക്ക് 3 കുട്ടികളുണ്ട്. യു ഹാവ് കോൺഫിഡൻറ്റ്, നിനക്ക് ആത്മവിശ്വാസമുണ്ട്. ഓക്കെ. വി ഹാവ് ഹെഡ് ഏക്ക്, ഞങ്ങൾക്ക് തലവേദനയുണ്ട്. ഐ ഹാവ് മെനി ഡ്രീംസ്, എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം ഈ ഹാവ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി അവൾക്ക്, അവന്, രാജുവിന്, ഇന്ത്യക്ക്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഹാവല്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഉപയോഗക്രമമുണ്ട്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ ഹാവ് ഗ്രൂപ്പിലെ 35 മെമ്പേഴ്സിനെയും നമ്മൾ പഠിക്കണം. അപ്പോൾ ഹാവിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഹാവ് എന്ന് പറയുന്ന തൂണ് നമുക്ക് സ്വന്തമായി. ബാക്കി ഒരു 3 തൂണുകൾ, ഇത് പതുക്കെ പതുക്കെയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇതിങ്ങനെ പഠിക്കുകയും അതോടൊപ്പം തന്നെ പഠിച്ച കാര്യങ്ങൾ വെച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. ഹാവ് എ നൈസ് ഡേ. ബൈ.